സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സർവമായ എന്ന നിവിൻ പോളി ചിത്രം. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ചിത്രം ക്ലിക്കായാൽ ക്രിസ്മസ് തൂക്കാൻ പോകുന്നത് സർവമായ ആയിരിക്കും. നിവിൻ പോളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഏരിയയിൽ, അദ്ദേഹത്തിന്റെ പഴയ ലുക്കിൽ, ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം കുറച്ച് തടിയൊക്കെ വെച്ച ലുക്കൊന്നും മാറിയായിരുന്നു. ഇപ്പൊ ആ സ്ട്രോങ് ഏരിയയിലേക്ക് അതേ ലുക്കിൽ അജു വർഗീസ് കോംബോയിലൂടെ തിരിച്ചു വരുന്ന സിനിമയാണ് സർവമായ. ഡിസംബർ 25 ക്രിസ്മസ് വെക്കേഷൻ ആണ് സിനിമ റിലീസ് ആവുന്നത്. ക്ലിയർ ആയിട്ട് 10 ദിവസത്തിന് മേലെ ഹോളിഡേ മൂഡിൽ റൺ ടൈം കിട്ടുന്ന സിനിമയാണ് സർവമായ. ഒരു ക്ലീൻ എന്റർടൈനർ സ്റ്റാറ്റസ് സിനിമയ്ക്ക് നേടിയെടുക്കാനായാൽ ഫാമിലീസ് ഒഴുകുമെന്നും 100 കോടിക്ക് മേലെ തന്നെ കളക്ഷൻ നേടാനാകുമെന്നും തന്നെയാണ് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്കാവൽ എന്ന സിനിമ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയെങ്കിലും ഡിസംബർ 5-ാം തീയതി റിലീസ് ചെയ്തതിനാൽ അതിന്റെ റൺ ടൈം ഏകദേശം കഴിഞ്ഞ മട്ടാണ്. ബബ്ബബ എന്ന സിനിമ വിചാരിച്ച ഓളം തിയേറ്ററുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഉള്ളത് ലാലേട്ടന്റെ വൃഷഭ എന്ന സിനിമയാണ്. ബുക്ക് മൈ ഷോയിൽ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചെങ്കിലും വളരെ തണുത്ത പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഒരു പോസിറ്റീവ് വന്നാൽ മാത്രമേ ഋഷഭയുടെ സൈഡിൽ നിന്ന് ഒരു കോമ്പറ്റീഷൻ സർവമായയ്ക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർവമായയിലാണ് കൂടുതൽ മലയാളി പ്രേക്ഷകരും പ്രതീക്ഷ വെക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. കാത്തിരിക്കാം സർവമായയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി.